ഡോക്ടർ വന്ദനാദാസ് കൊലപാതക കേസ് പ്രതി സന്ദീപിന്റെ ജാമ്യാപേക്ഷ സുപ്രീംകോടതി ഇന്ന് പരിഗണിക്കും. ജാമ്യാപേക്ഷ തള്ളിയ ഹൈക്കോടതി വിധിക്കെതിരെ നൽകിയ ഹർജിയാണ് കോടതിയുടെ പരിഗണനയിലുള്ളത്. ജാമ്യാപേക്ഷയിൽ സംസ്ഥാന സർക്കാർ ഇന്ന് മറുപടിയും നൽകിയേക്കും. ലീഗൽ കറസ്പോണ്ടന്റ് ശ്യാം ദേവരാജുണ്ട് വിശദാംശങ്ങളുമായി. ശ്യാം, ഗുഡ് മോർണിംഗ്. ഡോക്ടർ വന്ദനാദാസ് കൊലപാതക കേസ് പ്രതി സന്ദീപിന്റെ ജാമ്യാപേക്ഷയാണ് സുപ്രീംകോടതി ഇന്ന് പരിഗണിക്കുന്നത്. എപ്പോഴായിരിക്കും കോടതി കേസ് പരിഗണിക്കുക? സുപ്രീം കോടതി ഇന്ന് ഈ സന്ദീപിന്റെ ജാമ്യാപേക്ഷ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് ആ മുൻഗണനാക്രമം അനുസരിച്ചായിരിക്കും അത് പരിഗണിക്കുക. ജസ്റ്റിസുമാരായ അഭയ സോഖ, പങ്കജ് മിത്തൽ എന്നിവർ ഉൾപ്പെട്ട ബെഞ്ചാണ് ഈ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത്. നേരത്തെ കഴിഞ്ഞ വർഷം മെയ് മാസം 10-ാം തീയതി പുലർച്ചെയാണ് ഡോക്ടർ വന്ദനാദാസ് കൊല്ലപ്പെട്ടത്. പുലർച്ചെ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിലെ ഹൌസ് സർജൻ ആയിരുന്നു. ഇതിനിടയിലാണ് കൊലപാതകം സംഭവിക്കുന്നത്. കത്രിക കൊണ്ടാണ് വന്ദനാദാസിനെ സന്ദീപ് കുത്തിക്കൊലപ്പെടുത്തുന്നത്. അതിനുശേഷം അതിൽ വലിയ കോളിളക്കമുണ്ടാക്കി സംസ്ഥാനത്ത്. അതിനുശേഷം അതിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം ആരംഭിച്ചു. അന്വേഷണം പൂർത്തിയാക്കി കുറ്റപത്രം നൽകി. കേസിലെ ഏക പ്രതിയാണ് സന്ദീപ്. സന്ദീപിന്റെ ജാമ്യാപേക്ഷ നേരത്തെ വിടുതൽ ഹർജിയും ജാമ്യാപേക്ഷയും നേരത്തെ ഹൈക്കോടതിയുടെ പരിഗണനയിലുണ്ടായിരുന്നു. ഹൈക്കോടതി ഈ രണ്ട് ഹർജികളും തള്ളി. തുടർന്ന് വിടുതൽ ഹർജി തള്ളിയ നടപടി ചോദ്യം ചെയ്ത് സന്ദീപ് സുപ്രീംകോടതിയിലെത്തി. എന്നാൽ വിടുതൽ ഹർജി അനുവദിക്കാനാകില്ല എന്നാണ് സുപ്രീംകോടതി തുടക്കത്തിൽ തന്നെ നിലപാടെടുത്തത്. തുടർന്ന് വിചാരണ നേരിടണം എന്ന നിർദ്ദേശവും നൽകി. അതിന്റെ അടിസ്ഥാനത്തിൽ വിചാരണ നടപടികൾ കൊട്ടാരക്കര അഡീഷണൽ സെഷൻസ് കോടതിയിൽ മുന്നോട്ട് പോവുകയാണ്. ഇതിനിടയിലാണ് ഈ ഹൈക്കോടതിയിലെ ജാമ്യാപേക്ഷ തള്ളിയ ഹൈക്കോടതി വിധി ചോദ്യം ചെയ്ത് സന്ദീപ് ഈ കേസിലെ ഏക പ്രതി സന്ദീപ് സുപ്രീംകോടതിയെ സമീപിച്ചത്. ആ ഹർജിയാണ്, ജാമ്യാപേക്ഷയാണ് ഇന്ന് സുപ്രീംകോടതിയുടെ പരിഗണനയ്ക്ക് വരുന്നത്. സന്ദീപിന്റെ കേസിലെ ഏക പ്രതി സന്ദീപിന്റെ ജാമ്യാപേക്ഷയ്ക്കെതിരെ സംസ്ഥാന സർക്കാർ ഇന്ന് നിലപാട് അറിയിച്ചേക്കും എന്നാണ് നമ്മൾ കരുതുന്നത്. എന്തായാലും ഇത് ഇന്ന് സുപ്രീംകോടതി ഇന്ന് പരിഗണിക്കുകയാണ്. ശ്യാം ദേവരാജാണ് വിവരങ്ങൾ നൽകിയത്.